വന്ദേമാതരം ഒരു വലിയ വിവാദമായി നമ്മുടെ രാജ്യത്ത് കത്തിപ്പടരുകയാണ്. ഈ വന്ദേമാതരം മുഴുവനായി 2 ചരണങ്ങൾ മാത്രമല്ല, മുഴുവൻ ചരണങ്ങളും ആലപിക്കണം എന്നുള്ള ഒരു ഉത്തരവ്, ഒരു തീരുമാനം ഇന്ത്യൻ പാർലമെൻറ്റാണ് എടുത്തത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തീരുമാനമാണ്, ഏകകണ്ഠമായി പാസ്സാക്കിയ ഒരു തീരുമാനമാണത്. ആ തീരുമാനം നടപ്പാക്കണോ വേണ്ടയോ എന്നൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യൻ യൂണിയനിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ അത് നടപ്പാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷേ വന്ദേമാതരം മുഴുവൻ പാടണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പം 2 പാർട്ടികളെക്കുറിച്ച് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് വളരെ കൊച്ചൊരു കാര്യം, ഒരു ചീള് കേസാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എം.വി. ഗോവിന്ദൻ ഇന്നൊരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, വന്ദേമാതരം മുഴുവൻ പാടണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കാൻ കാരണം പ്രതിപക്ഷത്തിൻ്റെ ശക്തി കണ്ട് ഭയന്നാണ്. കാരണം വന്ദേമാതരം മുഴുവൻ പാടുന്നതിന് ഗോവിന്ദനും പാർട്ടിയും എതിരാണ്. അതുകൊണ്ട് ഭയന്നാണ് വി.ഡി. സതീശൻ വന്ദേമാതരമേ പാടണ്ട എന്ന് വിചാരിച്ചത്. വലിയൊരു വിജയമാണ് പ്രതിപക്ഷത്തിൻ്റെ എന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഇപ്പോൾ ഗോവിന്ദൻ കുറേ കാലമായിട്ട് പല പ്രസ്താവനകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ആളുകൾ ചില കോമാളി പ്രസ്താവനകളായിട്ട് ആളുകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതുകൊണ്ട്. അപ്പോൾ എം.വി. ഗോവിന്ദൻ ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത വളരെ വിചിത്രമായ ഒട്ടേറെ തീരുമാനങ്ങളുണ്ട്. 1942 ഇവരൊരു തീരുമാനം എടുത്തു. ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ, മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപിച്ച് ബ്രിട്ടനോട് ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുന്നോട്ട് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനുശേഷം 1947 ഇന്ത്യ വിഭജനം വന്നപ്പോൾ ഇന്ത്യ 16 17 പ്രവിശ്യകളായി വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെട്ട ജി അധികാരിയുണ്ട്. ഓരോ പ്രവിശ്യയിലെയും ജനങ്ങൾ അവരവരാര് ഭരിക്കണം തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഒരിക്കലും നിലവിൽ വരില്ല. ജി അധികാരി എന്ന് പറഞ്ഞ ഒരുത്തന അത് പറഞ്ഞത്. 1962 ഇന്ത്യയും ചൈനയുമായിട്ട് യുദ്ധം വന്നപ്പോൾ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താത്വിക ആചാര്യൻ EMS പറഞ്ഞു, മക്മോഹൻ ലൈനെ കുറിച്ചായിരുന്നു തർക്കം ഉണ്ടായിരുന്നത്. EMS പറഞ്ഞു, ചൈന അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന രേഖയാണ് ഈ മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞാൽ, മക്മോഹൻ ലൈൻ ഇന്ത്യൻ അതിർത്തി നിശ്ചയിക്കുന്ന രേഖയാണെന്ന് സമ്മതിക്കാൻ നമ്പൂരിപ്പാടിന് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൂറ് ചൈനയോടായിരുന്നു. അപ്പോൾ 42 ബ്രിട്ടനോട് കൂറ് പ്രഖ്യാപിച്ചു. 47 മുസ്ലിം ലീഗിൻ്റെ താല്പര്യമനുസരിച്ച് ഇന്ത്യ വിഭജിച്ചപ്പോൾ അവരോടൊപ്പം നിന്നു. 62 ചൈനയോടൊപ്പം നിന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നത്? കേരളത്തിൽ ഇന്ന് രാജ്യസഭയിലേക്ക് ഒരുത്തനെ അയക്കാൻ ഇനി പോകുന്നില്ല, ആ സ്ഥിതിയിലായി. ലോക്സഭയിൽ ഒറ്റ ഒരാളുണ്ട് കേരളത്തിൽ നിന്ന്. കേരളത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ നമ്മൾ വിമർശിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഇന്നോ നാളെയോ എന്ന് കാത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിമർശനത്തിന് വിധേയമാകേണ്ട കാര്യമില്ല. അവരെന്നും സ്വീകരിച്ചുള്ള നയങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറയാൻ എപ്പോഴൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നമ്മുടെ ദേശീയ ഗീതത്തെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിൻ്റെ യാതൊരു കാര്യവുമില്ലല്ലോ. ഇനി രണ്ടാമതൊരു പാർട്ടി ഉണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും വേരുകളുള്ള ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായൊരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം വളരെ വളരെ വിചിത്രമാണ്. പാർലമെൻറ്റിലെ ദേശീയ ഗീതം പാടിയപ്പോൾ എണീറ്റ് നിന്ന് ആദരിക്കാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉണ്ടായിരുന്നു. വൈമനസ്യത്തോടു കൂടിയാണെങ്കിൽ അവർക്ക് എണീറ്റ് നിൽക്കേണ്ടി വന്നു. എണീറ്റ് നിൽക്കാതിരുന്നാൽ എന്താ സംഭവിക്കുമെന്നറിയാം. പിന്നീട് അങ്ങോട്ട് ഇരിക്കാൻ ചെല്ലാൻ പറ്റില്ല. അതായിരുന്നു കാര്യം. ജനങ്ങളെ തള്ളിക്കളയുന്ന അവർക്കറിയാവുന്നതുകൊണ്ട്. പക്ഷെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തത്രേ നമുക്കാർക്കും അറിയില്ല. ആദ്യത്തെ 2 ചരണങ്ങൾ പാടിയാൽ മതി, വേറെ പാടണ്ട എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതിനൊരു ചരിത്രം കൊണ്ട് നമ്മളത് ആലോചിച്ച് നോക്കണം. 1886 വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. 1905 ബംഗാൾ വിഭജനം തൊട്ട് 1920 വരെ ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ദേശീയ ഗാനമായി പാടിയിരുന്ന ദേശീയ ഗീതമായിരുന്നു വന്ദേമാതരമായിരുന്നു. മുഴുവൻ പാടിക്കൊണ്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്ന് ബ്രിട്ടനെ എതിർത്തത്. അതാണ് വന്ദേമാതരത്തിൻ്റെ ചരിത്രം. ഇപ്പോഴത്തെ മതേതരവാദികൾക്ക് ഈ മതേതരം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കുറ്റം പറയുക, ഹിന്ദുമതത്തെ എതിർക്കുക, നശിപ്പിക്കാൻ ശ്രമിക്കുക, അതൊക്കെയാണല്ലോ മതേതരം. സോണിയാഗാന്ധിയുടെ നിലപാട് ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അപ്പോൾ സോണിയാഗാന്ധി ഈ 80ാമത് സ്വാതന്ത്ര്യ ദിനം AICC ആസ്ഥാനത്ത് ആഘോഷിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ പ്രധാന കാര്യസ്ഥൻ അദ്ദേഹമാണല്ലോ, രാജകുമാരൻ രാഹുൽ ഗാന്ധി, പിന്നെ കുറേ ഈ ഭൂതഗണങ്ങളും അവരെല്ലാം കൂടാണ് നിൽക്കുന്നത് കണ്ടത്. വന്ദേമാതരം 2 സ്റ്റാൻസ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ
സോണിയാഗാന്ധി ക്ഷുഭിതയായി. അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കണം. നമ്മൾ പറയുമല്ലോ കണ്ണുകൾ കള്ളം പറയില്ല എന്ന്. ക്യാമറയുടെ കണ്ണുകളും കള്ളം പറയില്ല. സോണിയാഗാന്ധിയുടെ മുഖം, അവരുടെ ബോഡി ലാംഗ്വേജ്, മുഖത്തെ ക്രൗര്യം, ഇത് നമ്മൾ കാണണം. സോണിയാഗാന്ധി കലി തുള്ളി നിൽക്കുകയാണ്. മല്ലികാർജുന ഖാർഗെ ആകട്ടെ ഈ ഏത്തവാഴ തോട്ടത്തിലെ ഇതുപോലെ തന്നെ കോലം പോലെ അടുത്ത് നിൽപ്പുണ്ട്. എന്തൊക്കെയോ ആ മനുഷ്യനോട് പറയുന്നുണ്ട്. അങ്ങേർക്ക് ഏകം പൂപ്പൊന്നും അറിയാത്തതുകൊണ്ട് എന്തൊക്കെയോ അങ്ങേരും പുലമ്പുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആകട്ടെ പൊട്ടൻ പുട്ടു വിഴുങ്ങിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്. ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നടന്ന സംഭവമാണ്. ഈ ദേശീയ ഗീതം പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ നേതാവായ സോണിയാഗാന്ധി മല്ലികാർജുന ഖാർഗും എങ്ങനെ പെരുമാറിയെന്ന് ആലോചിച്ച് നോക്കണം. അനാദരിക്കുകയല്ലായിരുന്നു നമ്മുടെ ദേശീയ ഗീതത്തെ. സോണിയാഗാന്ധിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ, ആ ദേശീയ ഗീതം മുഴുവൻ പാടിക്കഴിഞ്ഞ് അത് പാടിയ ആളുകളെ വിളിച്ച് ശാസിക്കാം, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. അത് സ്വാഭാവികമായിട്ട് സോണിയാഗാന്ധി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് ജയറാം രമേശ് എന്ന് പറഞ്ഞ ഒരു മഹാനെ കൊടുത്ത ഒരു വിശദീകരണമാണ്. സോണിയാഗാന്ധി കലിതുള്ളി അവിടെ നിന്നത് നമ്മുടെ തൊട്ടടുത്ത് നിന്ന മല്ലികാർജുന ഖാർഗെക്ക് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞാണ്. മനുഷ്യന്മാർ വിഡ്ഢികളാകുന്നതിൽ മനുഷ്യനെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നതിന് ഒരു അതിരില്ലേ? അല്ലേ തന്നെ വിഡ്ഢി പ്രസ്താവനകൾ പറയുന്നതിന് ഈ ജയറാം രമേശ് എന്നും നോബൽ സമ്മാനത്തിന് അർഹനായ ഒരുത്തനാണ്. രാഹുൽ ഗാന്ധിയുടെ കൂടെ പല ആളുകളുമുണ്ട്. വിഡ്ഢിയുണ്ട്, പമ്പര വിഡ്ഢിയുണ്ട്, പൊട്ടന്മാരുണ്ട്, ഊളന്മാരുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുചര ബിന്ദങ്ങൾ ഈ ലെവലിൽപ്പെട്ട ആളുകളാണ്. അതിലെ ഒരു ഏറ്റവും വലിയ പമ്പര വിഡ്ഢി എന്ന് വേണ്ടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനാണ് ഈ ജയറാം രമേശ്. അദ്ദേഹം പറയുകയാണ് സോണിയാഗാന്ധി ദേഷ്യപ്പെട്ടത് മല്ലികാർജുന ഖാർഗെക്ക് കസേര കിട്ടാഞ്ഞതിലാണ്. ഇത് ഇന്ത്യക്കാരൊക്കെ വെറും മണ്ടന്മാരാണ്, തന്നെപ്പോലെ വിഡ്ഢികളാണ്, ആത്മാഭിമാനമില്ലാത്തവരാണെന്നാണോ ഈ ജയറാം രമേശ് കരുതി വെച്ചിരിക്കുന്നത്? സോണിയാഗാന്ധി കലിതുള്ളിയിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ കാരണം നമ്മൾ ആരാണ് സോണിയാഗാന്ധി എന്ന് പരിശോധിക്കണം. സോണിയാഗാന്ധിക്ക് എന്ത് ബന്ധമാണ് നമ്മുടെ ദേശീയ ഗീതത്തോടുള്ള, വന്ദേ മാതരത്തോടുള്ളത്? നമ്മുടെ നാടൻ പ്രയോഗമുണ്ടല്ലോ, പോത്തിനെന്ത് ഏത്തവാഴ. ഏത്തവാഴത്തോട്ടത്തിൽ കയറിയ പോത്ത് എത്ര കാലം ആ ഏത്തവാഴ വളരാനെടുത്തു, അത് നട്ട് നനയ്ക്കാനെടുത്ത കർഷകനെടുത്ത അധ്വാനം, അതൊന്നും പോത്തിന് പ്രശ്നമല്ലല്ലോ. ആ പോത്തിൻ്റെ മനോഭാവമുള്ള ഇന്ത്യയിലോട്ട് വന്ന സോണിയാഗാന്ധിക്ക് അതിൻ്റെ അത്ഭുതത്തിന്, എനിക്കൊരു അത്ഭുതത്തിന് അവകാശമില്ല. സോണിയാഗാന്ധിയുടെ ചരിത്രം പഠിച്ചാൽ അതാർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. ആരാണ് സോണിയാഗാന്ധിയുടെ അച്ഛനെന്ന് നമ്മൾ ആലോചിക്കണം. അച്ഛനെ സ്റ്റെഫാനോ മൈനോ എന്നാണ് അച്ഛൻ്റെ പേര്. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ ഫാസിസ്റ്റ് ആർമിയിൽ, അതായത് മുസോളിനിയുടെ ആർമിയിലെ ഒരു ആളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇറ്റലി തോറ്റപ്പോൾ അദ്ദേഹം നേരെ റഷ്യയിലേക്ക് പോയി. റഷ്യയിൽ അദ്ദേഹം KGBയുടെ ചാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള ആധികാരികമായ വസ്തുതകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു ആരോപണം. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പൗളോ മൈനോ. അപ്പോൾ സ്റ്റെഫിനോ മൈനോയുടെയും പൗളോ മൈനോയുടെയും പുത്രിമാരിൽ 3 പുത്രിമാരിലെ ആദ്യത്തെ ആളാണ് ഈ സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധി കേംബ്രിഡ്ജിൽ എന്താണ് പഠിക്കാൻ പോയത്, അതൊക്കെ പിന്നെ വിവാദമായ കാര്യങ്ങൾ, അവിടോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. സോണിയാഗാന്ധിക്ക് 2 സഹോദരന്മാരുമുണ്ട്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് സോണിയാഗാന്ധി ഇറ്റലിയിൽ ജനിച്ചത്. അതൊരു യാഥാസ്ഥിക കത്തോലിക്ക കുടുംബത്തിലാണ്. വളരെ വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുണ്ടായിരുന്നത്. ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം, ഇന്ന് ഇറ്റലിയിലെ ഏറ്റവും വലിയ പണക്കാരിൽ സോണിയാഗാന്ധിയുടെ കുടുംബമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രത്യേകിച്ചൊരു പണിയും ചെയ്യാതെ കിട്ടിയ പണമാണ്. ഇവിടെ സോണിയാഗാന്ധിയെക്കുറിച്ച് അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, സോണിയാഗാന്ധി വിവാഹം കഴിച്ചത് 1968 ഫെബ്രുവരി 25-ാം തീയതിയാണ് രാജീവ് ഗാന്ധിയെ അവർ വിവാഹം കഴിച്ചത്. പക്ഷേ അവർ ഇന്ത്യൻ പൗരത്വം എടുത്തത് 1983 ഏപ്രിൽ 30-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഭർത്താവിൻ്റെ നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിട്ട് മാറിയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ 2 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീ, പക്ഷേ ഇന്ത്യൻ പൗരത്വം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കാൻ ഒരു പക്ഷേ അവർക്ക് താല്പര്യം കാണില്ല. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ അവർ ഇന്ത്യയിൽ വന്നത് ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ തനിക്ക് കഴിയും എന്ന് വന്നാൽ മാത്രമേ ഇന്ത്യൻ പൗരത്വം എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് സോണിയാഗാന്ധി കരുതിയിരിക്കണം. അല്ല മറ്റൊരു കാര്യമൊന്നുമില്ല. പിന്നെ സോണിയാഗാന്ധിയെക്കുറിച്ച് നമ്മുടെ തലസ്ഥാനത്തടക്കം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ മനസ്സിലെ ക്രൗര്യം ഒരു വലിയ പ്രശ്നമാണ്. സോണിയാഗാന്ധിയുടെ ലക്ഷ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി തന്നെയായിരുന്നു. അതിനാണല്ലോ അവർ ശ്രമിച്ചത്. സോണിയാഗാന്ധി ശ്രമിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ തന്നെയാണ് ശ്രമിച്ചത്. അത് തടഞ്ഞത് APJ അബ്ദുൽ കലാമാണ്.
അതിൻ്റേതായ ചില കാര്യങ്ങൾ പിന്നെ ഭരണഘടനയിലുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ നമ്മുടെ ചില വ്യവസ്ഥകൾ തടസ്സമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടും APJ അബ്ദുൽ കലാമിൻ്റെ മരണം വരെ അവർ APJ അബ്ദുൽ കലാമിനോടുള്ള വൈര്യം വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞപ്പോൾ അവർ പ്രതിഭ പാട്ടീൽ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. ഇന്ത്യയുടെ രാഷ്ട്രപതി ആയതുകൊണ്ട് ഞാൻ പ്രതിഭ പാട്ടീലിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ആരാണ് ഈ പ്രതിഭ പാട്ടീൽ എന്നും ആരായിരുന്നു APJ അബ്ദുൽ കലാം എന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. എന്തെങ്കിലും സാദൃശ്യമുണ്ടോ, എന്തെങ്കിലും താരതമ്യമുണ്ടോ? അപ്പോൾ സോണിയാഗാന്ധിക്ക് പറ്റിയ പ്രതിഭ പാട്ടീലിനെ പിടിച്ച് ഇന്ത്യൻ പ്രസിഡൻ്റാക്കി. എന്നിട്ട് സോണിയാഗാന്ധി ഓരോ കാൽവെപ്പും നടത്തിയത് നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രധാനമന്ത്രി പദവിയിലേക്ക് സോണിയാഗാന്ധി എത്താൻ തടസ്സം ഒരു പ്രധാന ആളായിരുന്നു. അത് മറ്റാരുമല്ല, രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധി. സഞ്ജയ് ഗാന്ധി അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ദിരാഗാന്ധി യഥാർത്ഥം നിയന്ത്രിച്ചുകൊണ്ടിരുന്നതും സഞ്ജയ് ഗാന്ധിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിലും സഞ്ജയ് ഗാന്ധിയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭരണം നിയന്ത്രിച്ചിരുന്നതിലും സഞ്ജയ് ഗാന്ധിക്ക് വലിയ ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ മരിച്ചു. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു മാധവ് റാവു സിന്ധ്യ, ഇപ്പോഴത്തെ ക്യാബിനറ്റ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ. അദ്ദേഹവും അപകടത്തിൽ മരിക്കുന്നു. രണ്ടാമത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായ ഒരാളായിരുന്നു സച്ചിൻ പൈലറ്റ്. അദ്ദേഹവും അപകടത്തിൽ മരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാനും. പിന്നെ സോണിയാഗാന്ധിക്ക് ശത്രുതയുണ്ടായിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അതിലൊന്ന് YSR റെഡ്ഡി ആയിരുന്നു, ആന്ധ്രയിലെ. അത് ചില ഫണ്ടുകളുമായിട്ടുള്ള തർക്കമാണെന്നാണ് പറയുന്നത്. എന്തായാലും YSR റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ജഗ്മോഹൻ റെഡ്ഡി സോണിയാഗാന്ധിയുമായി തെറ്റിപ്പിരിഞ്ഞു. അദ്ദേഹം YSR കോൺഗ്രസ് ഉണ്ടാക്കി ആന്ധ്രയിൽ അധികാരത്തിലിരിക്കുകയും ചെയ്തു. മറ്റൊരാൾ GMC ബാലയോഗി ആയിരുന്നു. GMC ബാലയോഗി ലോക്സഭയിലെ സ്പീക്കറായിരുന്നു. സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് GMC ബാലയോഗിയായിരുന്നു. GMC ബാലയോഗിയും സോണിയാഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട GMC ബാലയോഗിയും ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. സോണിയാഗാന്ധിയുടെ മറ്റൊരു ശത്രു നരസിംഹറാവു ആയിരുന്നു. നരസിംഹറാവു ഒരു ഉപദ്രവത്തിനും പോയില്ല. പക്ഷേ അദ്ദേഹം നമ്പർ 10 സഫ്ദർജംഗിൽ ചെന്ന് പഞ്ചപുച്ഛം അടക്കി നിൽക്കാനും സോണിയാജിയുടെ കാല് തിരുമാനും അവരുടെ ഇംഗിതമനുസരിച്ച് ഇന്ത്യ ഭരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ ഇന്ത്യയെ വലിയൊരു കടത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു വികസിത രാജ്യമാക്കാനുള്ള ആദ്യത്തെ കാൽവയ്പ് നടത്തിയത് നരസിംഹറാവുവാണ്. ഈ നരസിംഹറാവുവിൻ്റെ മൃതശരീരം ദില്ലിയിൽ അടക്കാൻ അവർ സമ്മതിച്ചില്ല. AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഈ സ്ത്രീ സമ്മതിച്ചില്ല. നേരെ YSR റെഡ്ഡിയെ കൊണ്ട്, രാജശേഖർ റെഡ്ഡിയെ കൊണ്ട് അത് നേരെ ആന്ധ്രയിലേക്ക് കൊണ്ടുപോയി ആന്ധ്രയിൽ ഒരു ചിത കൂട്ടി ആരോരുമില്ലാതെ ആ മൃതശരീരം ദഹിപ്പിച്ചു. അവസാനം ഈ ചിത പകുതി അണഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ ചില അംശങ്ങൾ പട്ടി അടിച്ചുകൊണ്ട് പോയി ഇന്നുവരെ ആ കാലഘട്ടത്തിൽ ആരോപണമുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ, ഒരു പുതിയ സാമ്പത്തിക നയം സ്വീകരിച്ച് ഇന്ത്യയെ ഒരു ലോക സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള ആദ്യത്തെ കാൽവയ്പ് നടത്തിയ നരസിംഹറാവുവിൻ്റെ മൃതശരീരത്തോടെ സോണിയാഗാന്ധി കാണിച്ച അനാദരവാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ദേ മാതരം ഒട്ടും മാന്യമായൊരു പാട്ടല്ല, ഒരു മാന്യമായൊരു ഗീതമല്ല. അപ്പം ഇറ്റാലിയൻ കോൺഗ്രസ് ഇന്ന് ഈ മഹാത്മാ ഗാന്ധിയുടെ മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസിനെ ഞാൻ ഒരിക്കലും എതിർത്തിട്ടില്ല. ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ, പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ബലപ്പെട്ടു വന്ന് ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയെ തകർക്കാൻ ഇട കൊടുക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കോൺഗ്രസ് ഇവിടെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നും കോൺഗ്രസിനോട് താല്പര്യമുള്ള, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. കോൺഗ്രസിനോട് എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുന്നു. സോണിയ കുടുംബം നമ്മുടെ രാജ്യത്തിന് അപകടമാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത സമയത്തെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ക്രൗര്യം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ക്രൗര്യം ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി അപകടകാരിയായിട്ട് മാറുകയാണ്. സോണിയാഗാന്ധി ഇപ്പോൾ അപകടകാരിയായിട്ട് മാറിയിട്ട് കാര്യമില്ലെങ്കിലും സോണിയാഗാന്ധിക്ക് കൃത്യമായി ഹിഡൻ അജണ്ട ഉള്ള സ്ത്രീയാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ ഇന്ത്യയിൽ അനുവദിക്കണോ, ഇവരുടെ കാര്യസ്ഥന്മാരെ ഇന്ത്യ ഭരിക്കാൻ അനുവദിക്കണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു.
ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കോൺഗ്രസിനെതിരായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. സോണിയ കുടുംബം നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ മാത്രമാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.